ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് നേടും എന്ന അവകാശവാദവുമായാണ് ബി.ജെ.പി. ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ അവകാശവാദത്തെ ചൊല്ലി പലതരത്തിലുള്ള തർക്കങ്ങളും അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതകളും 400 സീറ്റ് ബി.ജെ.പി. നേടില്ല എന്ന അഭിപ്രായങ്ങളൊക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. പക്ഷേ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ആ, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ചാണക്യനുമായ അമിത് ഷാ തന്നെ പറയുകയാണ്, എവിടെയാണ് എങ്ങനെയാണ് ബി.ജെ.പി. 400 സീറ്റ് നേടുന്നത്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ബി.ജെ.പിക്ക് അധികമായി സീറ്റ് നേടാൻ കഴിയുന്നത്, ഇതിനെക്കുറിച്ച് വിശദമായി പറയുകയാണ്. ഒപ്പം തന്നെ അമിത്ഷായുടെ അവകാശവാദം സത്യമാകുമോ എന്നതും പരിശോധിക്കേണ്ടതുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ പറഞ്ഞു വരുന്നത് അമിത്ഷായുടെ അവകാശവാദങ്ങൾ. എവിടെയാണ് ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 18 സീറ്റോളം നേടിയിരുന്ന പശ്ചിമ ബംഗാളിൽ ഇത്തവണ പാർട്ടി 30 സീറ്റ് നേടും എന്നതാണ്. അതായത് പശ്ചിമ ബംഗാളിൽ വൻ മുന്നേറ്റമാണ് ബി.ജെ.പി. ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് അമിത്ഷായുടെ അവകാശവാദം. ബീഹാറിൽ കഴിഞ്ഞ തവണത്തേന് സമാനമായ സ്ഥിതി തന്നെ, അതായത് ഒരു സീറ്റോ മറ്റോ അന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. മറ്റൊരു വലിയ നേട്ടമുണ്ടാക്കുന്ന സംസ്ഥാനമായി ബി.ജെ.പി. ചൂണ്ടിക്കാണിക്കുന്നത് ഒഡീഷയാണ്. അതായത് ഈ ദക്ഷിണേന്ത്യ, ഒഡീഷ മുതൽ ഇപ്പുറത്തേക്കുള്ള സംസ്ഥാനങ്ങളിലൊന്നും ബി.ജെ.പിക്ക് കാര്യമായ നേട്ടം ഉള്ള സംസ്ഥാനങ്ങളല്ല. അവിടെ 16, ഏറ്റവും കുറഞ്ഞത് 16 സീറ്റെങ്കിലും നേടുമെന്നാണ് അമിത്ഷാ വ്യക്തമാക്കുന്നത്. തൊട്ടിപ്പുറത്ത് തെലങ്കാനയിൽ 10 മുതൽ 12 എം.പിമാർ വരെ ബി.ജെ.പിക്ക് ഉണ്ടാകും എന്നാണ് അമിത്ഷാ പറയുന്നത്. ആന്ധ്രാപ്രദേശിൻ്റെ കാര്യത്തിൽ 18 സീറ്റ് വരെ നേടുമെന്നും അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുകയാണ്. തമിഴ്നാട്ടിലും ബി.ജെ.പിക്ക് സീറ്റുകൾ കിട്ടും, അതായത് അക്കൗണ്ട് തുറക്കും എന്ന് അദ്ദേഹം പറയുന്നു. ബി.ജെ.പി. നേരത്തെ തന്നെ കന്യാകുമാരിയിലൊക്കെ ജയിച്ചിട്ടുള്ളതാണ്, പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് അക്കൗണ്ട് തുറക്കും എന്ന് പറയുന്നു. ഒപ്പം തന്നെ കേരളത്തിലും ബി.ജെ.പി. അക്കൗണ്ട് തുറക്കും. കേരളത്തിൽ എത്ര സീറ്റ് എന്ന നിലയിൽ അദ്ദേഹം പറയുന്നില്ല. ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കണക്കുകൾ പറയുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ബി.ജെ.പി. മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും അദ്ദേഹം ഈ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയാണ്. മറ്റു പല ആരോപണങ്ങൾ കൂടി അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഭരണഘടന മാറ്റാനാണ് ബി.ജെ.പി. 400 സീറ്റിൽ കൂടുതൽ ആവശ്യപ്പെടുന്നത് എന്ന പ്രതിപക്ഷ ആരോപണങ്ങളെയൊക്കെ അദ്ദേഹം തള്ളിക്കളയുകയാണ്. 2014 മുതൽ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള ഭൂരിപക്ഷം എൻ.ഡി.എക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ 10 വർഷത്തിനുള്ളിൽ സംവരണ വിഷയത്തിൽ തൊട്ടിട്ട് പോലുമില്ല. രാമക്ഷേത്രം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്, അതൊരിക്കലും തെരഞ്ഞെടുപ്പ് അല്ല എന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ഏകീകൃത സിവിൽ കോഡ്, അത് വലിയൊരു പരിഷ്കാരമാണ്. ഉത്തരാഖണ്ഡ് അത് നടപ്പാക്കി. മുസ്ലിം പ്രതിനിധികൾ അടക്കം അതിനെ എതിർത്തു. രാജ്യത്ത് ഉടനീളം അത് നടപ്പാക്കാം എന്നാണ് ഞാൻ കരുതുന്നതെന്നും അദ്ദേഹം പറയുകയാണ്. ഒരിക്കലും നടപ്പാകാൻ പോകാത്ത വാഗ്ദാനങ്ങളാണ് കോൺഗ്രസിൻ്റേത് എന്ന്, അതുകൊണ്ടാണ് അതിനെ ചൈനീസ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. എന്തായാലും ബി.ജെ.പിയുടെ രാഷ്ട്രീയമായ പല വിഷയങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ബി.ജെ.പി. സംബന്ധിച്ച് ഈ ഹിന്ദി ഹൃദയഭൂമി, അതായത് ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള മേഖലകളെ കൂടാതെ, മഹാരാഷ്ട്ര പോലുള്ള മേഖലകളെ കൂടാതെ മറ്റിടങ്ങളിൽ, അതായത് എക്സ്ട്രാ എവിടെ നിന്നാണ് സീറ്റ് കിട്ടുന്നത് എന്നാണ് അമിത്ഷാ ഈ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് അമിത്ഷായുടെ അവകാശവാദങ്ങൾ സത്യമാകുമോ എന്നുള്ളതാണ്. പെട്ടെന്നുള്ള പല കാഴ്ചകളിലും അല്ലെങ്കിൽ പല അവകാശവാദങ്ങളിലും അമിത്ഷാ പറയുന്നതിൽ കാര്യമായി അതെന്തെങ്കിലും നടക്കും എന്ന തോന്നലുകളില്ല. പക്ഷേ പറയുന്നത് ബി.ജെ.പിയുടെ രാഷ്ട്രീയ ചാണക്യനാണ്. അതായത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടത് അതങ്ങനെ യാഥാർത്ഥ്യമാക്കി കൊടുത്തത് അമിത്ഷായാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് അന്ന് ഉത്തർപ്രദേശിലുള്ള ആകെ 80 സീറ്റുകളിൽ ഏതാണ്ട് 72ഓളം സീറ്റുകൾ 2014 അദ്ദേഹം നിന്ന് പ്രവർത്തിച്ചാണ് ബി.ജെ.പിക്ക് നേടിക്കൊടുത്തത്. മറ്റ് പല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒപ്പം തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും അടക്കം പൊളിറ്റിക്കൽ ഓപ്പറേഷൻസ്, അതായത് ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വരാൻ ഏറ്റവും നിർണായകമായത് അമിത്ഷായുടെ ചാണക്യ തന്ത്രങ്ങൾ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇത്തവണയും ഒഡീഷയിലും ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിലടക്കം പല ഓപ്പറേഷൻസ്, ഇപ്പോൾ ചന്ദ്രബാബു നായിഡുമായി ചേർന്നിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെ പല ബന്ധങ്ങളും സ്ഥാപിച്ചുകൊണ്ട് പലയിടത്തും നേട്ടമുണ്ടാക്കാനാണ്
അമിത്ഷാ ശ്രമിച്ചത്. ഒരുപക്ഷെ അമിത്ഷാ അല്ല പ്രചരണത്തിൽ മുന്നിൽ നിന്നത് എങ്കിൽ പോലും BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയാണ് എങ്കിൽ പോലും ഇത്തരം സംസ്ഥാനങ്ങളിലെ പല ഓപ്പറേഷനുകൾക്കും ചുക്കാൻ പിടിക്കാൻ അമിത്ഷാ ഉണ്ടാകാറുണ്ട്. അമിത്ഷാ തന്നെയാണ് ഇപ്പോഴും BJPയുടെ അത്തരം കാര്യങ്ങളിലെ നിർണായക നീക്കങ്ങൾക്കൊക്കെ ചരട് വലിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അമിത്ഷായുടെ വാക്കുകളെ പെട്ടെന്ന് അങ്ങ് തള്ളിക്കളയാൻ കഴിയുന്ന സ്ഥിതിയല്ല ഉള്ളത്. ഇപ്പോൾ ബംഗാളിലൊക്കെ ബംഗാളിൽ ഒന്നുമില്ലാതിരുന്ന ബംഗാളാണ്. അവിടെ കോൺഗ്രസ് അല്ലെങ്കിൽ CPM ഒക്കെ മാത്രം ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് BJPക്ക് ഒറ്റയടിക്ക് 18ഓളം ലോക്സഭാ സീറ്റുകളിലേക്ക് കുതിച്ചുയരാൻ കഴിഞ്ഞത് അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുടെ തന്ത്രങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അമിത്ഷാ അവിടെയും വളരെ പ്രാധാന്യത്തോടെ കാണുന്നൊരു സംസ്ഥാനമാണ് ബംഗാൾ എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ അവർക്ക് ആ നേട്ടം കൊയ്യാൻ കഴിഞ്ഞു. അതിൽ നിന്നൊരു 12 സീറ്റ് കൂടി അധികമായി നേടാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ BJP ആ ടാർഗറ്റിലേക്ക് എത്തും എന്നുള്ളതാണ് എടുത്ത് കാണാൻ സാധിക്കുക. ഇപ്പോൾ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ അവർ കാര്യമായി പ്രതീക്ഷിക്കുന്നില്ല എന്നതുകൂടി. ഒരു അക്കൗണ്ട് തുറക്കുക അല്ലെങ്കിൽ 1-2 സീറ്റിനപ്പുറത്തേക്ക് ഇത്തവണയും കാര്യമായി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല BJP എന്നത് വേണം അമിത്ഷായുടെ കണക്കിൽ നിന്ന് പറയാൻ. ഒപ്പം തന്നെ കേരളത്തിലും സീറ്റ് നേടും എന്ന് അമിത്ഷാ കൃത്യമായി അവകാശപ്പെടുന്നു എന്നുള്ളതും എടുത്ത് പറയേണ്ടതാണ്. എന്തായാലും അമിത്ഷായുടെ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ നമ്മൾ മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും നോക്കുമ്പോൾ ഇപ്പോൾ കർണാടകത്തിൽ പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിവാദങ്ങൾ, അവിടെ BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള സീറ്റിൽ ഏതാണ്ട് 2-3 സീറ്റ് മാത്രം ഒഴികെ ബാക്കിയെല്ലാം നേടിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതേപോലെ ഏതാണ്ട് 10 വർഷമായി ഈ മഹാരാഷ്ട്ര, ഹരിയാനയിൽ കോൺഗ്രസ് സർക്കാർ ഭരിക്കുകയാണെങ്കിൽ പോലും അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് BJP അനുകൂല വികാരമാണ് ഉയർന്നു വരാറുള്ളത്. മഹാരാഷ്ട്രയിലും BJP പല ഓപ്പറേഷൻസ് നടത്തി പരമാവധി സീറ്റ് നേടിയെടുക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. അതായത് ഇത്തരം സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ഉത്തർപ്രദേശ് ആകെ 62 സീറ്റ് മാത്രമാണുള്ളത്. അവിടെ കാര്യമായ നഷ്ടം ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പല സംസ്ഥാനം, ഇപ്പോൾ ഡൽഹിയിൽ 8 സീറ്റാണുള്ളത്. അവിടെ 8ഉം BJP നേടുന്ന പതിവാണുള്ളത്, ഇപ്പോൾ ആം ആദ്മി സർക്കാർ അധികാരത്തിൽ ഇരുന്നാൽ പോലും. പക്ഷേ അവിടെയൊക്കെ ഈ അരവിന്ദ് കെജ്രിവാൾ ഏറ്റവും അവസാനം കോടതി അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായ നിലപാട് വന്നത് ചില സ്ഥലങ്ങളിലെങ്കിലും സീറ്റുകളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടിലാക്കാനുള്ള സാധ്യത BJPക്കുണ്ട്. അതായത് ഒരു 100% വിജയത്തിലേക്ക് അവിടെയൊക്കെ എത്താനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഒന്ന് ഹരിയാനയാണ്. ഹരിയാനയിൽ ആ സർക്കാർ തന്നെ ആകെ എന്താ പറയുക, താഴെ വീഴുമോ എന്ന് പോലും അറിയാനാകാത്തൊരു സ്ഥിതിവിശേഷമാണുള്ളത്. പല രാഷ്ട്രീയ പോരുകൾ, ഇപ്പോൾ കർഷക സമരത്തിൻ്റെയൊക്കെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടായ സ്ഥലമാണ് ഹരിയാന പോലുള്ള പ്രദേശങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ കാര്യമായൊരു നേട്ടം ഉണ്ടാക്കാൻ അത് ഇത്തവണ BJPക്ക് കഴിയുമോ എന്ന സംശയം അവിടെ ബാക്കിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ നേടിയാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആന്ധ്രയിലും ഒഡീഷയിലും ബംഗാളിലുമൊക്കെ അധിക സീറ്റ് നേടിയാൽ പോലും BJP ഒരു കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ ഒരു 300+ എന്നതിനപ്പുറത്തേക്ക് പോകും എന്ന് കരുതാൻ വയ്യ. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്ത് അമിത്ഷാ നടത്തുന്ന ഒരു അവകാശവാദം അതൊരു രാഷ്ട്രീയ സ്ട്രാറ്റജി കൂടി ഭാഗമാണ് എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് കരുതാൻ കഴിയുകയുള്ളൂ. പക്ഷെ BJP തന്നെ അധികാരത്തിൽ തുടരാനുള്ള സാധ്യതയാണ്. അതായത് അവരുടെ സ്ട്രാറ്റജി അതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ കുറഞ്ഞാലും ഈ ബംഗാൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടി മുന്നോട്ട് പോവുക എന്നൊരു തന്ത്രമാണ് അവരെ സംബന്ധിച്ചുള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും അമിത്ഷായുടെ അവകാശവാദങ്ങൾ പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എങ്കിൽ പോലും അതിന് ഇപ്പുറത്ത് മറ്റൊരു വശമുണ്ട് എന്നുകൂടി ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. എന്തായാലും ഒരു കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത്, തെരഞ്ഞെടുപ്പിന് മുൻപ് BJPക്കുണ്ടായിരുന്ന ഒരു ഏകപക്ഷീയമായ വിജയം എന്നൊരു സ്ട്രാറ്റജി, അതായത് ഒരു പക്ഷേ ഒരു 350-400 സീറ്റ് വരെ BJP സഖ്യം നേടിയേക്കാം എന്നൊരു സാധ്യത ഇപ്പോൾ എന്തായാലും പിന്നീട് പല കാര്യങ്ങളിലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. കർണാടകയിൽ ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങൾ, ഹരിയാനയിലെ സംഭവങ്ങൾ, അരവിന്ദ് കെജ്രിവാളിനെതിരെ നടത്തിയിരിക്കുന്ന നീക്കങ്ങൾ, ഇത്തരം പല നീക്കങ്ങളും പലപ്പോഴും കൃത്യമായി പാളിപ്പോകുന്നു എന്നുള്ളതും നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകുന്ന സംഭവവികാസങ്ങൾ മാത്രം
മാത്രമല്ല ആ സർക്കാരിനെ ആകെ വിലയിരുത്തിക്കൊണ്ട് ആ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളടക്കം ജനങ്ങൾ വിലയിരുത്താനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് എന്ന് പറയേണ്ടി വരും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? BJP 400 സീറ്റ് നേടുമോ അതോ അമിത്ഷാ വെറുതെ തള്ളുകയാണോ? അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.